ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അങ്ങനെ ഗായ്സ്, ഇന്നത്തെ ഇൻട്രോയിൽ മക്കളും കുട്ടികളൊന്നുമല്ല, ഇന്ന് ഭാര്യയുടെ ഒപ്പമാണ്. ഭാര്യനെ എന്താ പറയുക, ഞാൻ ശ്രദ്ധിക്കണില്ല എന്നുള്ള പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാര്യനെ ഞാൻ ബ്ലറാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യൻ്റെ മുഖത്തൊക്കെ നിറച്ച് കുരുവാണ്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഭാര്യൻ്റെ മുഖത്ത് ക്രീം വെച്ചിട്ടാണോ കുരു എന്ന് ചോദിച്ചു. ആൾക്ക് ക്രീം വെച്ചിട്ടുള്ള കുരുവോ പിന്നെ എന്തിൻ്റെ കുരുവാ? ഓൾക്ക് ജന്മനാ കുരുകളുണ്ട് ഗൈസ് അല്ലേ. ചിലവർക്ക് പല സ്കിൻ ടോണാണ്. എൻ്റെ സ്കിന്ന് നോക്കിയേക്കാം, എനിക്ക് ചോക്ലേറ്റ് ഓള് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾക്ക് അങ്ങനെ വരലില്ല. അപ്പോൾ ഓളപ്പ് ദുബായി വന്നിരിക്കല്ലേ, അതുകൊണ്ട് ഇരുന്ന് ഫുള്ള് മുട്ടായി കിട്ടലും നല്ല ചോക്ലേറ്റ് തീറ്റയാണ് ഇപ്പൊ പണി. അവനാന്റെ ശരീരമൊക്കെ അവനാ ശ്രദ്ധിക്കണം. വെറുതെ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്, നമ്മൾ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ മാത്രം, റിസൾട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. കാരണം നമ്മൾ മാത്രമല്ല, ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആർക്കും ഇല്ലാത്ത പരാതികളാണ് നമുക്ക് എപ്പോഴും വരാറുള്ളത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയിൽ കുറേ കമൻസാണ് വന്നിട്ടുള്ളത്. അതായത് ഏതാ വണ്ടിയുടെ വീട് എന്താണ് പണിയെടുത്തിട്ട് അധ്വാനിച്ചിട്ടുള്ള വീടും കാറൊന്നും അല്ലല്ലോ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പം എനിക്ക് ഓരോടൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഈ സ്ത്രീകളൊക്കെ കുറേ എന്തൊക്കെയോ എടുക്കുന്നുണ്ട്, മേലടങ്ങാതെ വേർക്കാതെ അങ്ങനെ എന്തോ തലയും വർക്ക് ചെയ്യണം, ക്ഷമയും വർക്ക് ചെയ്യണം, ഇതൊക്കെ വർക്ക് ചെയ്യണ്ടേ. മറ്റേ ജോലിയാകുമ്പോ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ രാവിലെ കഴിഞ്ഞ് ഒരു ടൈം കഴിഞ്ഞാൽ അതിനൊരു ഒഴിവ്. ഇത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള റിസ്ക്കും കൺസിസ്റ്റൻസിയും വേണം, എന്നാലും എന്ത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയാം, എനിക്ക് ഞങ്ങളോട് എപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് പറയുന്നവരുടെ ചിന്താഗതി എപ്പോഴും നെഗറ്റീവ് മൈൻഡ് മാത്രമേ ഉണ്ടാവൂ. ഓൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. കാരണം എന്താ വെച്ചാൽ ഓൾക്ക് ബാക്കിയുള്ളവരെ കാര്യം പോലെ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കാനുള്ള ഈ മുഖക്കൂര് ഉണ്ടാകുമ്പോ ഒരാൾ ഇങ്ങനെ ചോദിക്കുമ്പോ നമുക്ക് എന്തായാലും ഇടങ്ങേറുണ്ടാവും. നമുക്ക് അറിയാം. അല്ല ഇപ്പൊ ഞങ്ങള് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോയി ഗൈസ്. അതായത് ഇതിന് ഉള്ളിലേക്ക് മെഡിസിൻ വേണം. അപ്പൊ പറഞ്ഞു പാല് കൊടുക്കുന്ന കുട്ടി ആയതുകൊണ്ട് ഇവൾക്ക് ഉള്ളിലേക്ക് ഇപ്പൊ മെഡിസിൻ എടുക്കാൻ പിന്നെ എന്നോട് കുറച്ച് ഡയറ്റും ഇപ്പൊ ചെയ്യാൻ പറ്റൂലായിരുന്നു, കാരണം ഫീഡ് ചെയ്യണായോണ്ട്. പിന്നെ ഫുഡിൽ കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് എന്തായാലും ചെയ്യൂല. കാരണം എണ്ണക്കടിയൊക്കെ എന്നോട് കഴിക്കാൻ പറഞ്ഞു. 10 എണ്ണൊക്കെ കഴിക്കും ഗൈസ്, 10 എണ്ണൊക്കെ. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പണ്ടത്തെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ അന്ന് 5 സമൂസ എന്താ പറഞ്ഞ സ്കൂട്ടി ഞാൻ ഓട്ടാൻ സമ്മതിക്കൂല. ആ സ്കൂട്ടി ഞാൻ ഓട്ടിനേക്കാളും കൂടുതൽ ആരോ ഓട്ടിയെ പറഞ്ഞു. അത് ഓടണ്ട 500 കിലോമീറ്റർ അല്ലേ ആവട്ടെ. അഹങ്കാരാണ്, അതാണ് ഇതാണ്. ആരും എന്നെ വിളിച്ചോ സ്കൂട്ടി തരുന്നില്ല? വാങ്ങി തന്ന പൈസ ഞാൻ പറഞ്ഞിട്ട് പൊന്നാറ് താത്തയോ വ്ലോഗിന് വേണ്ടി പലതും പറയുന്നത് കണ്ടിരുന്നു. ഇങ്ങനെ അല്ല, ഞാൻ ഇടക്ക് വണ്ടി എടുക്കുമ്പോ ഇന്റെ വണ്ടി എടുക്കണ്ട കേട്ടോ. ഇവിടെ ഓടിക്കൂല, ഞാനേലും ഓടിച്ചോട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അങ്ങനെ പറയുമ്പോ ഇതൊരു ചിറി ചിരിച്ചു. ആ ചിറി കാണാൻ വേണ്ടിട്ട് വെറുതെ പറയണോ ഞാൻ അങ്ങനെ എന്നെ ചിരിച്ചോട്ടെ വിചാരിച്ചിട്ട്. നിങ്ങൾ പോണ വെച്ചുമ്പോ ഒരു ചിറി അല്ലാതെ വെറുതെ ഇപ്പൊ പറയല്ല. വേറൊരു വിറ്റുണ്ട്. ഞാന് തടിയുള്ള കാലത്ത്, അതായത് ഞാൻ ഭയങ്കര തടിയുള്ള ഒരു സമയം എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇവിടെ നടക്കുമ്പോ പറഞ്ഞ ആൾക്കാർ വാപ്പി മോനും നടക്കണ്ട്, അല്ല വാപ്പി മോളും. ഇന്ന് തടി കുറച്ചപ്പോ എന്താ പറയണേ, അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നില്ല, അങ്ങനെയല്ല പറയാം. അപ്പോഴും എനിക്ക് എനിക്ക് ഷുഗർ പിടിച്ചു എന്നാ പറയണേ. ശരിയാക്കി തരാം. ഓക്കെ, ഇനി ഞാൻ മനസ്സ മടങ്ങാറായിട്ട് തടി കുറച്ചപ്പോ പറയുന്ന പറച്ചിലാണ് ഷുഗർ പിടിച്ചോന്ന്. ഇപ്പൊ കണ്ട ഷുഗർ പിടിച്ച പോലെ തോന്നുന്നുണ്ടോ? അന്നെ പറഞ്ഞോൽക്കൊന്നും പൊരുത്തപ്പെട്ടു കൊടുക്കൂല. അതുകൊണ്ട് ഇപ്പൊ കുറച്ചു ദിവസം വ്ളോഗിലൊന്നും നിൽക്കണ്ടായിരുന്നില്ലേ. ഞാൻ ഇന്നെ കുറ്റം പറയാണ്, ഇന്നെ അതാക്കാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, വെറുതെ ഒന്നും എവിടേക്ക് വരാത്തത്? വന്നില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പനി, തൊള്ളയിൽ ഫുള്ള് പുണ്ണ് എന്തൊക്കെയോ ഇനി. അപ്പൊ അതിന് നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയരുത്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽക്കൊന്നും വരാന്. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ഒരാള് കുറ്റം പറയണത്. അത് കുറ്റം പറയണത് ആരും ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ഒരാളെ എപ്പോഴും കുറ്റം പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവും. ചില സാധനങ്ങൾ നമ്മള് അങ്ങനെയാണെങ്കിൽ പറയാം, എല്ലാരും വ്ളോഗിൽ നിൽക്കരുത്, അങ്ങനത്തെ കുറ്റം പറച്ചിലല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ആൾക്കാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് പറയാ, അങ്ങനെ പറയരുത് കണ്ടിട്ട് പറഞ്ഞപ്പോ എല്ലാരും പറയും വ്ളോഗിൽ നിൽക്കണ എന്തിനാന്നില്ല. അതല്ല ഞാൻ ചോദിച്ചത്. അല്ലാതെ ഒരു മനുഷ്യനെ അങ്ങോട്ട് ടാർഗറ്റ് ചെയ്തിട്ട് വെറുതെ പറയില്ലേ. എന്താ വെറുതെ പറയണേ? പറയും, അതാ പറ്റാത്ത. അല്ലാതെ ഈ പണക്കൊരു പേര് കിട്ടിയിരിക്കണേ, പ്രമോഷൻ താത്താന്ന്. അല്ലെങ്കിൽ ആ അടുക്കള ഒന്ന് നീറ്റാക്കി വെച്ചുകൂടാ, ഓക്കെ. അപ്പൊ നമുക്ക് ഒരു മനുഷ്യനെ അങ്ങോട്ട് നോക്കി ടാർഗറ്റ് ചെയ്തെന്നാണ്. അല്ല, പ്രമോഷൻ താത്താന്ന് പേര് വന്നിക്കണം. അത് ആര് കാരണ?
പ്രമോഷന്റെ പൈസ വരുന്നുണ്ടോ വരില്ല എനിക്കറിയില്ല. എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇന്നെ അങ്ങോട്ട് പറയരുത്. പ്രമോഷന്റെ പൈസ ഒന്നും ഓൾക്ക് കിട്ടില്ല. ഓൾക്ക് വാങ്ങുന്ന സാധനങ്ങൾ എന്താ വെച്ചാൽ ഇവിടെ വാങ്ങിച്ചു കൊടുക്കുക. ഇവിടെ ഓൾക്ക് എന്താണോ കാര്യങ്ങളോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വേറൊരു പ്രമോഷൻ താത്ത വരുന്നുണ്ട്. വരി, ഉമ്മ അവിടെ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് ഇവിടെ എന്താ പറയുന്നത്. ഇടുവാ അപ്പൊ നിങ്ങള് വീഡിയോ ഒക്കെ ഇല്ലേ? നിങ്ങൾ ഞാനെന്താ എന്ത് പറഞ്ഞോ? നിങ്ങളാണെന്താ പറഞ്ഞേ? വീഡിയോ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ എന്ത് വീഡിയോ എടുക്കണില്ല, നിക്കണില്ല, എടുക്കാനില്ല. വീഡിയോക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു. വീഡിയോ എടുക്കാത്തോണ്ടല്ല, സമയം ഇല്ലാത്തോണ്ടാ. എന്നാ ഞാൻ ഇവിടെ ഒരു ക്യാമറ ഇങ്ങനെ സെറ്റ് ചെയ്ത് തരാം, നിങ്ങൾ ഇങ്ങനെ പറയൂ. ഉള്ള ക്യാമറയുടെ കിടന്ന് കിടക്കുക. അല്ല, ചക്കരയും നീജാസും പോയോ ചോദിച്ചിരുന്നു. ഓല അവിടെ ഉണ്ട്. ഓല അവിടെ പുറത്തിരിക്കുന്നുണ്ട്. ഗൈസ്, കുട്ടിക്ക് ചോറ് കൊടുക്കുക തോന്നുന്നുണ്ട്. എന്തായാലും പരിപാടികളൊക്കെ ഇങ്ങനെയാണ് അല്ലേ? ആജറാക്ക് പൗറ് കൂടിയെന്നാണ് ഇപ്പത്തെ ആജറാക്ക് തേങ്ങ കൊടുക്കണം, പൗറല്ല. ഞാൻ ഇന്നും അന്നൊക്കെ ഒരുപോലെ ഞാൻ വെറുതെ പറഞ്ഞാണ്, ആൾക്കാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡ് എന്തോ നോക്കിയതാണ്. ഓക്കെ, അപ്പൊ ഞാനൊന്നും മാറൂല കേട്ടോ, അത് ആരും എന്ത് പറഞ്ഞാലും പാടില്ല. ഇപ്പൊ വിറ്റ് തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ നിങ്ങൾക്കുള്ള 5 സെന്റ് സ്ഥലമാണ്. ആ ടെൻഷനിൽ എന്നാലും ഉറങ്ങിയിട്ടില്ല. ആകെ ഉമ്മാക്ക് ഉമ്മാന്റെയും വാപ്പാന്റെയും മുതല് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മക്കൾക്ക് ഉള്ളത് ആകെ 5 സെന്റ് സ്ഥലമാണ്. അത് ഇപ്പൊ നാട്ടുകാരെ ഒന്ന് തോന്നുന്നു. വാപ്പാക്കില്ല, വാപ്പാക്കില്ലേ? വാപ്പാക്കില്ല. ഉമ്മാന്റെ ഒരു 5 സെന്റ് അത് പേരിലില്ല, എത്ര പഞ്ചായത്തിലില്ല. പുറമ്പോക്ക എത്ര കാലം ഞാൻ അടച്ചു. പിന്നെ അടച്ചത് എവിടെ പോയി? അതുപോലെ കമ്പ്യൂട്ടറിൽ ഇപ്പൊ ഒരു തേങ്ങത്തെ കമ്പ്യൂട്ടറില്ല കയറിയിരിക്കുന്നത്. കമ്പ്യൂട്ടറിലേക്ക് വില്ലേജിലത്തെ ആൾക്കാർ വന്നിട്ടേ ഈ സ്ഥലം ഇവിടെ ഇല്ല, അത് പേരില്ലാതെ. ഇന്ന മാത്രല്ല ഞങ്ങളുടെ ആ സ്ഥലം അപ്പൊ ഒരു സമാധാനായില്ലേ? ഇത് തൊടണ്ടല്ലോ അങ്ങനെ. മറ്റത് ഞാനെന്താ ചെയ്യാന്നറിയില്ലല്ലോ. ഇനി സാഗുലമ്മിന്റെ എന്താ ഇനി നിങ്ങക്ക് തഹസിൽദാർ സായിദ് അമീദല്ല ഒറ്റപ്പാലത്ത് പോണോ, എന്നിട്ട് അവിടെ പോയിട്ട് പരാതി കൊടുക്കണം അല്ലേ? അതായത് 2 ദിവസമായിട്ട് വില്ലേജിലെ ആൾക്കാർ വരുന്നു പറഞ്ഞ് കാത്തിക്കായിരുന്നു. വില്ലേജിലെ ആൾക്കാർ വന്നപ്പോ പറയാണ് ഇങ്ങനെ ഒരു സ്ഥലം ഇല്ലാന്ന്. ആകെ അമ്മാക്കുള്ളത് 5 സെന്റ് സ്ഥലം. ഞങ്ങളെ ഈ 2 കൂട്ടർ മാത്രല്ല, നിങ്ങൾ 2 കൂട്ടരെ മാത്രമല്ല ഒറ്റ വളപ്പിലാണ് 2 സ്ഥലം ആക്കിയെടുക്കണം. 5 സെന്റ് 5.5 സെന്റ് ഇങ്ങൾക്കും 5 സെന്റ് ഓൽക്കും. അതൊരു സ്ഥലമാണ്. ആക്കിയോടെ ആ സ്ഥലം ഇല്ല തോന്നുന്നുണ്ട്. എത്ര കാലം ഞങ്ങൾ ആ ഇതിലെല്ലാം കെട്ടീന്ന്. ഇനിയിപ്പോ അത് കൊണ്ടുപോകും, തേങ്ങ കൊണ്ടുപോകും. ഇനിയിപ്പോ നിങ്ങൾക്ക് കിട്ടൂല. ഈ വാടകയ്ക്കും കൂടി കൊടുക്കാതെ കെട്ടിപ്പിടിച്ചിരുന്ന സാധനം ഇപ്പൊ ഇനി പഞ്ചായത്തിൽ കൊണ്ടുപോകും. ഇനി എന്താക്കൂ? നിങ്ങൾക്ക് ഉണ്ടായില്ല, ഞാൻ മരിച്ചു പോകും. 5 2 3 മക്കൾക്ക് കിട്ടുന്ന സമാധാനം അറിഞ്ഞു, നിങ്ങൾക്കും കിട്ടൂല. എന്ത് 5 സെന്റോ? അത് പോകൊന്നുമില്ല. പിന്നെ വിൽക്കാനും പണയം വെക്കാനും പിന്നെ ലോൺ എടുക്കാനും പറ്റൂലെന്നേ ഉള്ളൂ. നികുതി കടലാസ് ഉണ്ടെങ്കിലല്ലേ പതക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നികുതി അടച്ചിരുന്നത് അവിടെ 24 വരെ ഞാൻ അടച്ചുകൂടെ. 25 26 ആവോ, അതിന്റെ കമ്പ്യൂട്ടറിൽ പോയി തരേ. കമ്പ്യൂട്ടറിൽ അങ്ങനെ പോകുമോ? പഴയത് കൊണ്ടേ കൊടുത്താ പോരെ? പഴയത് അടച്ചത് കൊണ്ട് ഇതൊക്കെ ഞാൻ എവിടെ അടച്ചു ചോദിച്ചോക്ക്. അപ്പൊ ചോദിച്ചു ഞങ്ങൾ ഇവിടെ അടച്ചതല്ലേ ചോദിച്ചപ്പോ അതെന്താ അറിയോ, ഇങ്ങനെ അളക്കൂത്ര കൊറേ അളന്നപ്പോ സ്ഥലം പോയോ? അല്ല, ഇങ്ങനെ അളക്കും. 30-40 സെന്റ് ഉള്ളവരൊക്കെ ആയിക്കോട്ടെ. ചിലപ്പോ 2 സെന്റ് ആക്കിയിട്ട് ഇങ്ങടെ സെന്റ് ആയിരിക്കും കൊട്ടിട്ടുണ്ടാവും. നാട്ടുകാർ കൊടുത്തപ്പോ നാട്ടുകാര് കെട്ടിട്ടുണ്ടാവും ഒരു പറയുന്നത്. നിങ്ങക്ക് സ്ഥലമില്ല? ഇല്ല, സ്ഥലമില്ല. ആകെ 5 സെന്റ് സ്ഥലമാണ്. 5 സെന്റ് സ്ഥലം പോവുകയും ചെയ്തു. അസലായി പൈസ ഇറക്കണം ഞങ്ങൾക്ക്. ഇപ്പൊ ഞാൻ കിട്ടും. ഇനി അവലൊക്കെ വന്ന് അളന്നിട്ട് മാത്രം ഈ കമ്പ്യൂട്ടറിൽ ഇനി കയറ്റാന്. അപ്പൊ അളക്കാൻ പറയും. അവിടുന്ന് വരുന്നത്രേ. എവിടുന്ന് വരുന്നത്? ഇതല്ല തഹസിൽദാർ അയാള് വരണത്രേ. ഇനി ആദ്യം അവിടെ പോയി അപേക്ഷ കൊടുക്കണം. ഷാഹുൽ ഹമീദ് വരട്ടെ. ഏത് ഷാഹുൽ ഹമീദ്? തഹസിൽദാർ. അത് വന്നിട്ട് വേണത്ര അപേക്ഷ കൊടുത്തിടണം. കിട്ടിയില്ലെങ്കിൽ ഇവിടെ സത്യാഗ്രഹം അല്ല, ഉപ്പ് സത്യാഗ്രഹം നടത്തുങ്ങള്. ഞാൻ ഇവിടെ അടുത്തൊന്നുമില്ല. എന്തേ? ഞാൻ അതില് കുത്തിരിക്കും. ഒരു മനുഷ്യന് കൊടുക്കൂല. നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് പുറമ്പോക്ക് എന്താ അറിയില്ലേ? അപ്പൊ ഇതിന്റെ ആളവിടെ പോയി ഉടമസ്ഥൻ മിസ് ഭൂമി പോവും. ഉടമസ്ഥൻ അവിടെ പോയി. ഉടമസ്ഥന് എന്താണ് ഞങ്ങൾക്ക് തന്നിട്ട് കാലങ്ങൾ 10-15 കൊല്ലായി. 15 കൊല്ലായാലും പുറമ്പോക്ക് സ്ഥലം ഞങ്ങൾക്ക് തന്നിക്കണേ. അത് ഉണ്ടായിരുന്നടാ. പിന്നെ എവിടെ പോയി കമ്പ്യൂട്ടർ അടച്ചു. എന്ത് ഓരോ അതൊക്കെ കെട്ടിട്ടുണ്ടല്ലോ. എന്തായാലും കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടല്ലേ? ഇല്ലെങ്കിൽ പോട്ടെ. എത്ര നല്ല നല്ല മനുഷ്യന്മാര് പണക്കാര് മരിച്ചു വന്നിട്ടുണ്ട്. 5 സെന്റ് ഞാനും കണ്ടു ഏതോ ഒരു വീഡിയോയില് വീടിന്റെ സെന്ററിൽ കൂടെ ഇങ്ങനെ ഒരു മതില് കെട്ടിങ്ങാണ്ട് കുട്ടികൾ ഇങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇടങ്ങാറായിട്ട് പോകുന്നത് അല്ലേ?
എന്തായാലും മരിച്ചു മുമ്പത്തൊന്നും കൊണ്ടുപോകില്ലല്ലോ. എന്നാലും പുറമ്പോക്കർക്ക് കൊടുക്കൂല. ആർക്കെങ്കിലും കൊടുത്താലും പാടില്ല, പഞ്ചായത്ത് ഗവൺമെന്റിന് കൊടുക്കൂല. അത് ഗവൺമെന്റിന് കൊടുക്കൂല, വേറെ ആർക്കെങ്കിലും കൊടുത്താലും മതി. അപ്പൊ എന്തായാലും ഗായ്സ്, അപ്പൊ ഞാൻ എന്നാ ഒറ്റപ്പാലത്ത് കൊണ്ടി ഇന്ന് റാമത്താത്ത വിളിച്ചോക്കാറുണ്ട്. അല്ല, ഓലിക്ക് കിട്ടിയതും കിട്ടും. സമാധാനം. ആരെങ്കിലും ഒരാള് മെനക്കിടണം. എന്തായാലും ഇപ്പൊ അറിഞ്ഞത് മക്കളെ ഈ പെര വെച്ചിട്ട് അറിഞ്ഞത് നന്നായി. മറ്റേത് അതും ഇല്ല അതും ഇല്ല. ആശിച്ച് കല്ലും മണ്ണും കയറ്റിട്ട് വീട് വെച്ചപ്പോ 4 പുറത്തൊക്കെ ഉണ്ട്. ഈ പെരക്കാർക്ക് മാത്രല്ല, പിന്നെ അലൗക്കായടുത്തുണ്ട്, മയന്മാരുടെ ഉണ്ട്, തത്തടുണ്ട്, കോലമ്മന്റെ ഉണ്ട്, കേശിറുണ്ട്, അതിൽക്കരി എല്ലാരും ഉണ്ട്. ആചാരാണ്ടല്ല എന്റെ മാത്രല്ല. ഈ 10 സെന്റ് 11 സെന്റ് സ്ഥലം മാത്രം അതിൽ കാണാല്ലെങ്കിൽ എന്താട്ടാ എത്ര നേരാ തെരഞ്ഞു പാവങ്ങളെന്നറിയോ. ഇത്രയും 5-10 സെന്റ് സ്ഥലം അവര് കണ്ണുപെട്ടിട്ടില്ല. പിന്നെ എവിടെ തെരയാ? അല്ലടാ, ഈ ഒരു വലിയൊരു കിതാബ് കെട്ടല്ലേ, അതിലിങ്ങനെ ഓരോരോ ഇതുകളല്ലേ മേപ്പുകള്. ആ മേപ്പുകള് നോക്കുമ്പോ നമ്മുടെ ഇല്ല. 4 പുറമൊക്കെ ഞമ്മടെ മതില് കെട്ടി വൈലി കെട്ടിയത് കാണിച്ചു കൊടുക്കണം. നമ്മളെ ഓലെ ബുക്കിലില്ലാന്ന്. ഇന്ന് ബുക്കുള്ളത് കൊണ്ടുവരാൻ പറയേ. എന്താ പിന്നെ ഒരു കമ്പ്യൂട്ടറിലവിടെ പോയി നോക്കട്ടെന്ന് പറഞ്ഞു. ഇല്ല പറഞ്ഞ നടക്കേണ്ടി വരും. നടന്നാലും കുറെ പൈസ നിലവാക്കണ്ടേ. എന്തായാലും ഗൈസ്, ഇതൊക്കെയാണ് ഇപ്പത്തെ അവസ്ഥ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.